ഹായ് ഗായ്സ്, കഴിഞ്ഞ ജനുവരി മുതൽ നമ്മളുടെ കോട്ടക്കൽ പുത്തൂരിൽ ഒരു ഓഷ്യൻ എക്സ്പോ മഹോത്സവം ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് കാണാത്ത കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കയറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് കേട്ടോ. അതാ ഈ കാണുന്ന ഒരു വലിയൊരു ആമ. ഈ ആമയുടെ ഒരുപാട് മൂവ്മെന്റ്സ് കൊടുത്തിട്ടാണ് ഈ ഒരു ആമനെ ഒരു ഫ്രണ്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ നേരെ കയറി ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയല് ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കിളിക്കൂടുകളാണ് കേട്ടോ. അപ്പോൾ ഈ കിളികളൊക്കെ ഇങ്ങനെ പാറി പറന്ന് നമ്മളുടെ തലന്റെ മുകളിലൂടെ ഇങ്ങനെ പാറി പറന്ന് നടക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണാൻ കഴിയല്. പിന്നെ അവിടെ തന്നെ ഉണ്ട് ഒരു സെൽഫി പോയിന്റ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് മക്കൾക്കായാലും നമുക്കായാലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇലകളും അതുപോലെ മരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ മരം പോലെ തോന്നും. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്നിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നേരൊരു പാസേജ് ആണ്. ഇതാ ഈ കാണുന്നതാണ് ഈ എക്സ്പോയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇത് റോബോ ഡോഗ്സ് ആണ് കേട്ടോ. നമുക്ക് ഇതാ അതുപോലെ കയ്യിൽ സ്ഥലം തരും. പിന്നെ അതുപോലെ പാട്ടിനനുസരിച്ച് ഡാൻസ് ചെയ്യും. ഇത് മോളെ നേരൊക്കെ ഒരു ചാട്ടം ചാടിട്ടോ. കണ്ടപ്പോൾ മോള് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു നായൻ്റെ ഒരു രൂപമായിട്ട് തന്നെ തോന്നുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ. ആദ്യമൊക്കെ വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു പ്രകൃതമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് വല്ലാണ്ട് വയലന്റ് ആയിട്ടോ. കാരണം 2 റോബോ ഡോഗ്സ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ഓടായിരുന്നു കേട്ടോ. എല്ലാവരുടെ അടുത്തേക്കും നല്ല ശരിക്കും നമ്മളൊരു നായ എങ്ങനെ ഉണ്ടാവും അതേപോലെ ആയിരുന്നു അതിൻ്റെ ഒരു കാട്ടിക്കൂട്ടിലൊക്കെ കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. മോനക്ക് പിന്നെ നന്നായിട്ട് അതിനെ ഇഷ്ടമായിട്ട് അതിൻ്റെ വൈത്താലം ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിട്ടായിരുന്നു. ഒരു ജീവനുള്ള നായ ചില ആൾക്കാർക്ക് ഇതാ ഷെയ്ക്കൻ്റെ കൊടുക്കാൻ പറയുമ്പോൾ ഇല്ല എന്നൊക്കെ പറഞ്ഞ് തല ആട്ടണ പോലെ കാട്ടുന്നുണ്ട്. പിന്നെ ഇതാ അവിടെ ശരിക്കും ഒരു നായ ഇരിക്കുന്ന ആ ഒരു രീതിയിലൊക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ ഈ ഒരു റോബോ ഡോഗ്സിന്. അത് ഈ ഒരു എക്സ്പോയുടെ നല്ലൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ട് തോന്നി. നമ്മൾ വേറെ ഒരുപാട് എക്സ്പോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതാ ഇതുപോലുള്ള ഒരു ഐറ്റത്തിന് ആദ്യമായിട്ട് കേട്ടോ കാണുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ കേട്ടോ അടുത്ത സെക്ഷൻ വരുന്നത്. എന്ത് രസമല്ലേ കാണാൻ. വലിയ പൂമ്പാറ്റം പൂക്കളും ഒക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ പൂമ്പാറ്റകളെ പോലെ ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് ഇവിടെ. കാരണം അത്രയും അവർക്ക് ആ ഒരു വലിയ പൂക്കളൊക്കെ കാണുമ്പോൾ അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ടാവും ഇവിടെ വന്നു കഴിഞ്ഞാൽ. നിങ്ങളപ്പോൾ ഈ ഒരു എക്സ്പോ കാണാൻ വരുമ്പോൾ കുട്ടികളെ കൂട്ടാൻ മറക്കരുത്. പിന്നെ എന്താ ഇവരെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇത് പിന്നെ ഒരു തേനീച്ച പൂന്നിങ്ങനെ തേൻ കുടിക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. അത് വലിയൊരു തേനീച്ച ഒരു പൂന്നിങ്ങനെ തേൻ കുടിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അതിൻ്റെ ചിറകിനൊക്കെ ആ ഒരു മൂവ്മെൻറ്റ്സ് കൊടുത്തത് കാരണം ശരിക്കും ഒരു തേനീച്ച വന്നിട്ട് ഒരു പൂന്ന് തേന് കുടിക്കുന്ന പോലെ നമുക്കിത് കണ്ടാൽ തോന്നുന്നു. അതിൻ്റെ ആ ഒരു കണ്ണായാലും അതിൻ്റെ ആ ഒരു ചിറകും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അവർ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ വലിയ വലിയ പൂക്കളാട്ടോ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പൂമ്പാറ്റ കണ്ടല്ലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള നല്ല പൂമ്പാറ്റ. കുട്ടികളൊക്കെ അതിനെ പോയിട്ട് അങ്ങനെ തൊട്ട് നോക്കുന്നുണ്ട്. അതിൻ്റെ ചിറകാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുത്തത് കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ. തേനീച്ചൻ്റെ ചിറകൊക്കെ നിങ്ങൾ കണ്ടോ. ശരിക്കും ആ ഒരു കറക്റ്റ് ആ ഒരു ചിറകിൽ വരുന്ന ഡിസൈനായിട്ടാണ് അവർ ഈ ഒരു തേനീച്ചനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു 10 കോടി ചെലവിൽ എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഒരു എക്സ്പോ അവർ ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുനോക്കാം. ഇത് പിന്നെ വണ്ടാണ് കേട്ടോ. അപ്പോൾ വണ്ടിനും ഈ പറയുന്ന പോലെ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഇലയിൽ നിൽക്കുന്ന ഒരു വണ്ടായിട്ടാണ് അവരിതിനെ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നി പെട്ടെന്ന് പറക്കാൻ നിൽക്കുന്ന ഒരു വണ്ട് പോലെ തോന്നി. ഇത് പിന്നെ ആരാ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? പുൽച്ചാടിയാണ് കേട്ടോ. അപ്പോൾ പുൽച്ചാടി ഒരു ചെറിയൊരു മരക്കൊമ്പിൽ ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നത്. ഇത് നമ്മൾ പണ്ടത്തെ ആളുകളൊക്കെ പറയും പുൽച്ചാടിയൊക്കെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഐശ്വര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മൊത്തത്തിലുള്ളൊരു വ്യൂ ആട്ടോ. ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഒരുപാട് ഫാമിലിയൊക്കെ ആയിട്ട് ഒരുപാട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊട്ടടുത്തൊക്കെ നിന്നിട്ടൊക്കെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്നൊരു വലിയൊരു കൊമ്പനാനാണ് കേട്ടോ. അപ്പോൾ നേരിട്ടിട്ട് ഏതായാലും അതുപോലൊന്നും ആനൻ്റെ തൊട്ടടുത്ത് പോയിട്ടൊന്നും ആരും സെൽഫി എടുക്കണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ ഇതിൻ്റെ കൊമ്പും അതുപോലെ തുമ്പിക്കയൊക്കെ പിടിച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഒരു പേടിയില്ലാതെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. കാണുമ്പോൾ നോക്കിയേ അതിൻ്റെ ആ എല്ലാ ഒരു ടെക്സ്റ്ററോട് കൂടിയിട്ടാണ് ഈ ഒരു ആനനൊക്കെ അവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരു തുമ്പിക്കൈയിൽ വരുന്ന ആ ഡോട്ട്സ് വരെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു വലിയൊരു ആനൻ്റെ അതേ ഒരു ഹൈറ്റ് തന്നെ കേട്ടോ ഈ ഒരു ആന ഒരു സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. മോൾക്ക് പിന്നെ അതിൻ്റെ തുമ്പിക്കൈ ഭയങ്കര ഇഷ്ടമായത് കാരണം അതവിടെ പിടിച്ചു വെച്ചതാണ് കേട്ടോ. ഈ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, കടുവൻ്റെ തൊട്ടടുത്ത് നിന്നപ്പോൾ പിന്നെ അവൾക്ക് ഭയങ്കര പേടിയായിട്ടോ. വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കടുവയുടെ ബാക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള നല്ല കറക്റ്റ്
ജസ്റ്റ് ശരിക്കൊരു കടുവ നിൽക്കുന്ന പോലെ ആയിട്ട് നമുക്ക് തോന്നുള്ളൂ. ആ ഒരു തലൻ്റെ ഭാഗത്ത് മാത്രമായിട്ടാണ് അവർ മൂമെൻറ്റ്സ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് നിന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു കടുവൻ്റെ പോലെ തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നാറ്. ഇവർ പിന്നെ നമ്മൾ അവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ടിട്ടുള്ള ഒമാനി വനിതകളാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. 3 പേര് നല്ല കമ്പനി ആയി കേട്ടോ കുറച്ച് നേരം കൊണ്ട് തന്നെ. അങ്ങനെ പിന്നെ അവർ കേരളത്തിലേക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്നതാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ കേരളക്ക് ഒരുപാട് ഇഷ്ടമായി അവർക്കെന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ കൂടെ നിന്നിട്ട് ഒരു സെൽഫി ഒക്കെ എടുത്തു. പിന്നെ പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പിന്നെ നമ്മളുടെ ചാനൽ നെയിമൊക്കെ ചോദിച്ചു. ജെറ്റു ഡയറീസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അങ്ങനെ പിന്നെ അവർ പോയിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സംഗതി ശ്രദ്ധിച്ചിട്ടോ. ഒരു വലിയൊരു ഡൈനോസറാണ്. ഒരു പാറപ്പുറത്ത് നിന്ന് ചാടാൻ നിൽക്കുന്ന രീതിയിലാണ് ഒരു ഡൈനോസർ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാ കണ്ടില്ലേ, ഒരുപാട് ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു എക്സ്പോ കാണാൻ വേണ്ടിയിട്ട്. ഇത് പിന്നെ ഒരു സൈഡിലായിട്ട് ഒരു തുമ്പിയാണ് കേട്ടോ. ഇതിനെ പിന്നെ നമ്മൾ ലാസ്റ്റ് ആയിട്ടോ കണ്ടത്. അത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു തുമ്പിയാണ്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് പൂക്കൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പല കളർഫുൾ ആയിട്ടുള്ള നല്ല നല്ല പൂക്കൾ. ഇനിയാണ് ഈ ഷോൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കൂറ്റൻ കൊമ്പൻ സ്രാവുകളാട്ടോ. നല്ല ജീവനുള്ള സ്രാവുകൾ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കാം കേട്ടോ. ഞാൻ അതുപോലെ ഇങ്ങനെ ജീവനുള്ള സ്രാവുകൾ എവിടെ കണ്ടിട്ടുള്ളതെന്ന് അറിയോ? നമ്മളുടെ ഇംഗ്ലീഷ് ഫിലിംസ് ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ ഡിസ്കവറി ചാനലൊക്കെ ഉണ്ടാവില്ല, അതിലൊക്കെയാണ് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ജീവനോടുള്ള കൊമ്പൻ സ്രാവുകൾ വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നത് കണ്ടിട്ടുള്ളത്. നമ്മുടെ കടലിൻ്റെ അടിയിൽ കാണുന്ന അല്ലെങ്കിൽ കടലിൽ ജീവിക്കുന്ന ഈ ഒരു മീനുകളും അതുപോലെ സ്രാവുകളൊക്കെ നമുക്ക് നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ ജീവനോടുകൂടി കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണല്ലോ. ആ ഒരു എന്താ പറയുക, ഇവരുടെ ഒരു പരിശ്രമത്തിന് നമ്മൾ പ്രത്യേക ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കാൻ വേണം. കാരണം അത്രയും ആ ഒരു കടലത്തെ ആ ഒരു വെള്ളത്തിൻ്റെ താപനിലയൊക്കെ ക്രമീകരിച്ചിട്ട് ഈ ഒരു മീനുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. ഭയങ്കര ഒരു റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണിത്. അങ്ങനെ സ്രാവിനൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലോട്ട് നടന്നു കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഇതുവരെ കാണാത്ത, അതായത് കടലിൻ്റെ അടിയിൽ ജീവിക്കുന്ന പല തരത്തിലുള്ള കളർഫുൾ ആയിട്ടുള്ള പല തരത്തിലുള്ള മത്സ്യങ്ങളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ തന്നെ സ്റ്റാർ ഫിഷ് ഉണ്ട്, അരയിപ്പാമുണ്ട്. പിന്നെ ഇതെന്താണെന്നറിയോ? ഇതൊരു തരം റോക്ക് മരുത്തൊരു തരം മീൻ കേട്ടോ. റോക്ക് നമ്മൾ കല്ലിന് ഇങ്ങനെ വായും കണ്ണൊക്കെ വെച്ച പോലെ തോന്നിയിട്ട്. എനിക്ക് ഇതിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ മീനിനെ കണ്ടപ്പോൾ എനിക്ക് പട്ടം പോലെ തോന്നിട്ടോ. നീളത്തിലുള്ള വാലിങ്ങനെ തൂക്കി പിടിക്കാൻ തോന്നി. നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ അതിന് വന്നിട്ട് നല്ല കറക്റ്റായിട്ട് വന്ന് പോസ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ കാണുന്ന വലിയ വലിയ മീനുകളൊക്കെ നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പാഞ്ഞ് നടക്കുന്ന കാണാൻ ഒരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു അണ്ടർ വാട്ടർ ടണലുണ്ടല്ലോ, 250 അടി നീളത്തിലാണ് ഈ ഒരു ടണൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു മീനുകളെ കണ്ടപ്പോൾ എനിക്ക് എന്ത് തോന്നിയെന്ന് അറിയോ? നമ്മളുടെ കുഞ്ഞി കോഴിക്കുട്ടികളുണ്ടല്ലോ, നമ്മൾ റോഡ് സൈഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, പല കളേഴ്സായിട്ട് ഇങ്ങനെ വിൽക്കുന്ന കോഴിക്കുട്ടികളെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച പോലെ തോന്നി. അപ്പോൾ അതും നമ്മളുടെ ഈ ഒരു തലൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ നീന്തി തുടിച്ച് കാണുന്നത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. കേർവ്ഡ് ടൈപ്പായിട്ടുള്ള ഒരു ടണലാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ 2 സൈഡിൽ നിന്നും ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ടണൽ അവർ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു സംഭവം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇനി നമുക്ക് പലതരത്തിലുള്ള സ്റ്റോളുകളൊക്കെ ഒന്ന് കണ്ടോക്കാം കേട്ടോ. ഇതെന്തോ മാജിക് ബുക്കാന്ന് പറഞ്ഞു. പല കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ്. പിന്നെ ഇത് പലതരത്തിലുള്ള അച്ചാറാണ് കേട്ടോ. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അവിടെ പോയിട്ടൊന്ന് വാങ്ങിക്കോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാണ്. പിന്നെ പാലക്കാടൻ കൽപ്പാത്തി പപ്പടം ഉണ്ട്. പല ഫ്ലേവേഴ്സിലുള്ള പപ്പടമാണ് കേട്ടോ. വെജിറ്റബിൾസിനൊക്കെ പല ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഈ കാണുന്ന പിന്നെ നമ്മൾ ന്യൂസ്റ്റു ആയിട്ടുള്ള പലതരം മിഠായികളൊക്കെയാണ്. ഈ ഒരു സംഗതി എന്താണെന്നറിയോ? ഇഗ്വാനാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ ഒരു ചെറുതായിട്ടൊന്ന് പേടി വിട്ട് നിന്നിട്ടാട്ടോ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു സംഗതി പിന്നെ നമ്മൾ വളരെ ദൂരത്തു നിന്ന് എടുത്തിട്ടാണ് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കോർട്ടാണ്. ഫുഡ് കോർട്ടിൽ പല തരത്തിലുള്ള ഫുഡ്, ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പായസം, ബോളിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ. ഇതുപോലുള്ള എക്സ്പോകൾക്കൊക്കെ നമ്മൾ കുട്ടികളെ കൂട്ടിയിട്ടാണ് കേട്ടോ വരേണ്ടത്. കാരണം അവർക്കൊരു പുതുമ നിറഞ്ഞൊരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ കുതിര, ഒട്ടക സവാരി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സ്പോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടാവും. പിന്നെ അതുപോലെ നമ്മളുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അതുപോലെ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 150 രൂപ വെച്ചിട്ടാണ്. നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ മാക്സിമം ഷെയറും കൂടി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും
ബൈ.